നിങ്ങളിപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പെട്ടി എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ കൊച്ചി ടു റാസൽ ഖൈമ ഇൻഡിഗോ ഫ്ലൈറ്റിൽ വന്ന പെട്ടിയാണ്. ഇതിപ്പോൾ ഞാൻ എന്താ ഈ കിടത്തിയിട്ടിരിക്കുന്നതെന്ന് നോക്കിയാൽ ഇൻഡിഗോക്കാർ എൻ്റെ ഈ പെട്ടിയുടെ ഒരു വീലെടുത്തു. ആക്ച്വലി ഈ വീലെടുക്കാൻ ശ്രമിച്ചു, പക്ഷേ ഇത് ഇളകി വന്നില്ല. പക്ഷേ 2 പിടിയും കൂടെ പിടിച്ചിരുന്ന ഇൻഡിഗോക്കാരെ ഇത് ഇളകി വന്നേനെ. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിന് ആക്ച്വലി കൊള്ളത്തില്ല. ഇതെന്താ ഇത്? ഞാനിത് ഏകദേശം 9,000 രൂപ കൊടുത്ത് മേടിച്ച പെട്ടിയാണിത്. ഞാൻ പൈസ എടുത്ത് പറയല്ല, നമ്മളിത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്. ഇത് നോക്ക്, ഇത് ഒടിയും. ആക്ച്വലി നമ്മൾ ടിക്കറ്റ് ഓസിനെടുത്തല്ല നിങ്ങളുടെ ഫ്ലൈറ്റിൽ കയറുന്നത്. നമ്മൾ നമ്മുടെ കഷ്ടപ്പാടുകളും നമ്മുടെ ഓരോ കാര്യങ്ങൾക്കുമായിട്ടാണ് നമ്മൾ പല പല സ്ഥലത്തോട്ട് യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ സാധനങ്ങൾക്കും നിങ്ങൾ അതേപോലെ കെയർ ചെയ്യേണ്ടത്. ഞാനിത് വലിയ ഇഷ്യൂ ആക്കാനോ ഒന്നുമല്ല, പക്ഷേ ഇത് നിങ്ങൾ അറിയണം. ഓരോരുത്തരും അവരുടെ കഷ്ടപ്പാടുകൾ കൊണ്ടും അവരുടെ സ്വന്തം പൈസ കൊണ്ടും മേടിക്കുന്ന സാധനങ്ങളാണ് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഒരു കെയറും ഇല്ലാതെ യൂസ്ലെസ് ആയിട്ട് വലിച്ചെറിയുന്നത്. ആക്ച്വലി ഞാനത് ഫ്ലൈറ്റിൽ ഇരുന്ന് കണ്ടിട്ടുണ്ട്, നിങ്ങൾ ഓരോ പെട്ടിയും വലിച്ചെറിയുന്ന രീതികൾ. അതിൻ്റെ അകത്ത് ഒത്തിരി പേരുടെ സന്തോഷങ്ങളുണ്ട്, ഒത്തിരി പേര് ഇല്ലാത്ത പൈസ മുടക്കി മേടിക്കുന്ന സാധനങ്ങളുണ്ട്. പക്ഷേ ഇൻഡിഗോ നിങ്ങളൊരു വലിയ കമ്പനിയല്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാഫിൻ്റെയൊക്കെ പറയാം നിങ്ങളിതൊന്ന് കെയർ ചെയ്ത് സാധനങ്ങളൊന്ന് അടുക്കി വെക്കൂ എന്നുള്ളത്. നിങ്ങൾ അവർക്ക് സാലറി കൊടുക്കുന്നില്ലേ? ഇതിപ്പോൾ കണ്ടപ്പോൾ ഞാൻ ഇത് ആക്ച്വലി കുറേ നാളൊന്നും ആയില്ല മേടിച്ചിട്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചൊരു പെട്ടിയാണ്. പക്ഷേ താങ്ക് യു. എൻ്റെ ആ വീല് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മൂന്ന് വീലും കൂടെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങളുടെ അഡ്രസ്സ് തരുവാണെങ്കിൽ ഞാൻ ഇതും കൂടെ അയച്ചു തരാം. ഈ 3 വീലായിട്ട് എനിക്കിനി കാര്യമില്ല. താങ്ക് യു ഫോർ യുവർ സർവീസ്.